എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പ്രധാനമായും നോക്കുവാൻ പോകുന്നത് ബ്രിട്ടീഷ് ഭരണഘടനയുടെ ഏറ്റവും പ്രധാന പ്രത്യേകതകളിൽ ഒന്നായ റൂൾ ഓഫ് ലോ അഥവാ നിയമവാഴ്ചയെ പറ്റിയാണ്. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ റൂൾ ഓഫ് ലോയെ പറ്റി പറയുകയാണെങ്കിൽ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതകളിൽ ഒന്നാണ് റൂൾ ഓഫ് ലോ അഥവാ നിയമവാഴ്ച. നിയമവാഴ്ചയെപ്പറ്റി പറയുകയാണെങ്കിൽ നിയമവാഴ്ചയുടെ സ്ഥാപനമാണ് ബ്രിട്ടീഷ് ഭരണഘടനയുടെ സുപ്രധാന സംഭാവനകളിൽ ഒന്ന് തന്നെ. എന്നാൽ ഇംഗ്ലണ്ടിൽ മൗലികാവകാശങ്ങൾക്ക് വേണ്ടി പ്രത്യേക വകുപ്പുകൾ ഒന്നും തന്നെ ഇല്ല. മാത്രമല്ല ഭരണഘടന പൗരന്മാർക്ക് ഒരവകാശവും ഉറപ്പു നൽകുന്നുമില്ല. ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ നേതാവ് എന്ന് പറയുന്നത് ജുഡീഷ്യറി തന്നെയാണ്. മാത്രവുമല്ല ഇത്തരത്തിൽ ബ്രിട്ടീഷ് ഭരണഘടനയുടെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് തന്നെ നിയമവാഴ്ചയാണ്. അതായത് ഈ ഭരണഘടന ബ്രിട്ടീഷ് ഭരണഘടന പൗരന്മാർക്ക് പ്രത്യേക അവകാശങ്ങൾ ഒന്നും തന്നെ അനുവദിക്കുന്നില്ല എങ്കിലും മൗലിക അവകാശങ്ങൾ അവർക്ക് നിഷേധിക്കുന്നുമില്ല. മാത്രവുമല്ല ബ്രിട്ടനിൽ സ്വാതന്ത്ര്യം നിലനിൽക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം തന്നെ വിവിധ പാർലമെൻറ്റ് ആക്ടുകളിലൂടെ അന്തർലീനമായ നിയമവാഴ്ചയാണ്. കൂടാതെ ബ്രിട്ടനിലെ ജനങ്ങളുടെ എക്കാലത്തെയും സംരക്ഷണമായിട്ട് ജുഡീഷ്യറിയും നിലനിൽക്കുന്നുണ്ട്. മാത്രവുമല്ല എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണെന്നും രാജ്യത്തെ നിയമങ്ങൾ ലംഘിക്കാത്ത ഒരു പൗരൻ്റെ അവകാശങ്ങൾ ലംഘിക്കാൻ ആർക്കും അധികാരം ഇല്ല എന്നും റൂൾ ഓഫ് ലോയിലൂടെ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. മാത്രമല്ല നിയമവാഴ്ച അനുസരിച്ച് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. കൂടാതെ ഡേസിയുടെ കാഴ്ചപ്പാടനുസരിച്ച് നിയമവാഴ്ചയ്ക്ക് ധാരാളം പ്രത്യേകതകളുണ്ട്. അവ എന്തെല്ലാമാണ് നമുക്ക് നോക്കാം. ആദ്യത്തേതാണ് സാധാരണ കോടതികളുടെ മുമ്പാകെ സാധാരണ രീതിയിൽ രൂപീകരിക്കപ്പെട്ട നിയമങ്ങളുടെ വ്യക്തമായ ലംഘനം ഒഴികെ ഒരു കാര്യത്തിലും ഒരാളും മാനസികമോ ശാരീരികമോ ആയി ശിക്ഷിക്കപ്പെടാൻ പാടുള്ളതല്ല എന്ന് നിയമവാഴ്ചയിലൂടെ പറയുന്നുണ്ട്. അതായത് ഡെയ്സിയുടെ കാഴ്ചപ്പാടനുസരിച്ച് നിയമവാഴ്ചയുടെ പ്രത്യേകതകളെന്ന് പറയുന്നത് സാധാരണ കോടതികളുടെ മുമ്പാകെ സാധാരണ രീതിയിൽ രൂപീകരിക്കപ്പെട്ട നിയമങ്ങളുടെ വ്യക്തമായ ലംഘനം ഒഴികെ ഒരു കാര്യത്തിലും ഒരാളും മാനസികമോ ശാരീരികമോ ആയി ശിക്ഷിക്കപ്പെടാൻ പാടുള്ളതല്ല എന്ന് നിയമവാഴ്ചയിലൂടെ പറഞ്ഞു വയ്ക്കുന്നു. രണ്ടാമത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നിയമവാഴ്ച അനുസരിച്ചിട്ട് അഥവാ റൂൾ ഓഫ് ലോ അനുസരിച്ചിട്ട് എല്ലാ പൗരന്മാരും സാധാരണ നിയമങ്ങൾക്കും അതുപോലെ തന്നെ സാധാരണ കോടതിയിലെ ന്യായാധികാരത്തിനും വിധേയരാണ്. മൂന്നാമത്തെ ഡേസിയുടെ പ്രത്യേകത എന്ന കാഴ്ചപ്പാടനുസരിച്ചുള്ള നിയമവാഴ്ചയുടെ മറ്റൊരു പ്രത്യേകത എന്നത് ഇംഗ്ലണ്ടിൽ അവകാശങ്ങളുടെ സ്രോതസ്സ് അഥവാ ഉറവിടം എന്ന് പറയുന്നത് ഭരണഘടനയല്ല, മറിച്ച് ജുഡീഷ്യൽ തീരുമാനങ്ങളാണ്. അതായത് നിയമവാഴ്ച അഥവാ റൂൾ ഓഫ് ലോ നിയമവാഴ്ച അർത്ഥമാക്കുന്നത് കോടതിയിൽ കൊണ്ടുവരുന്ന പ്രത്യേക കേസുകളിലുള്ള ജുഡീഷ്യൽ തീരുമാനങ്ങളുടെ ഫലമാണ് ഭരണഘടനയിലെ പൊതു തത്വങ്ങൾ എന്നാണ്. അപ്പോൾ ഈ നിയമവാഴ്ചയ്ക്ക് ധാരാളം നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിയമവാഴ്ചയുടെ നിയന്ത്രണങ്ങൾ എന്തെല്ലാമാണ് നോക്കിയാൽ ആദ്യത്തേതെന്ന് പറയുന്നത് നിയമത്തിൻ്റെ സ്വാധീനമുള്ള ഒരു ആക്ട് അനുസരിച്ച് പാർലമെൻറ്റ് കാര്യനിർവഹണ സമിതിയെ നിയമങ്ങളും ചട്ടങ്ങളും രൂപീകരിക്കാൻ അധികാരപ്പെടുത്തുന്നു എന്നുള്ളതാണ്. നിയമവാഴ്ചയുടെ നിയന്ത്രണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിയമത്തിൻ്റെ സ്വാധീനമുള്ള ഒരു ആക്ട് അനുസരിച്ചിട്ട് പാർലമെൻറ്റ് കാര്യനിർവഹണ സമിതിയെ നിയമങ്ങളും ചട്ടങ്ങളും രൂപീകരിക്കാൻ അധികാരപ്പെടുത്തുന്നു എന്നുള്ളത്. അപ്പോൾ ഇത്തരം നിയമങ്ങളും ചട്ടങ്ങളും മാതൃനിയമത്തിനെതിരല്ലെങ്കിൽ കോടതിക്ക് ഇവ ചോദ്യം ചെയ്യാൻ അധികാരം ഉണ്ടായിരിക്കുകയില്ല. മറ്റൊരു രണ്ടാമത്തെ നിയമവാഴ്ചയുടെ നിയന്ത്രണം എന്ന് പറയുന്നത് ഭരണപരമായ ന്യായവിചാരം നിയമവാഴ്ചയ്ക്ക് മേലുള്ള കടന്നുകയറ്റമാണ് എന്നുള്ളതാണ്. മൂന്നാമത്തേത് ഇംഗ്ലണ്ടിൽ പൊതു അധികാര കേന്ദ്രങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും ചില പ്രത്യേക ആനുകൂല്യങ്ങളും ഒഴിവ് കഴിവുകളും നൽകപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അവസാനത്തേത് ഭരണാധികാരികൾക്കും നയതന്ത്ര പ്രതിനിധികൾക്കും കോടതി വ്യവഹാരങ്ങളിൽ അനുവദിക്കുന്ന ഒഴിവുകൾ നിയമപരമായ ഉത്തരവാദിത്വങ്ങളിൽ അനുവദിക്കപ്പെടുന്നില്ല എന്നതാണ്. അപ്പോൾ ഇത് നിയമവാഴ്ചയുടെ നടത്തിപ്പിന് പ്രതിബന്ധമായി മാറുന്നു എന്നുള്ളതും നിയമവാഴ്ചയുടെ ഒരു നിയന്ത്രണങ്ങളാണ്. അതായത് ഭരണാധികാരികൾക്കും നയതന്ത്ര പ്രതിനിധികൾക്കും കോടതി വ്യവഹാരങ്ങളിൽ അനുവദിക്കപ്പെടുന്ന ഒഴിവുകൾ നിയമപരമായ ഉത്തരവാദിത്തങ്ങളിൽ അനുവദിക്കപ്പെടുന്നില്ല എന്നും അതുപോലെ തന്നെ അനുവദിക്കപ്പെടുന്നില്ല, മറിച്ച് ഇത് നിയമവാഴ്ചയുടെ നടത്തിപ്പിന് പ്രതിബന്ധമായി ബാധിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിയമവാഴ്ചയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ. ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകളിൽ ഒന്ന് തന്നെയാണ്
ജുഡീഷ്യറി, അതായത് ബ്രിട്ടനിലെ ജനങ്ങളുടെ എക്കാലത്തെയും സംരക്ഷകനായിട്ട് ജുഡീഷ്യറി നിലനിൽക്കുന്നുണ്ട്. കൂടാതെ ബ്രിട്ടീഷ് ഭരണഘടനയുടെ അടിസ്ഥാന തത്വം തന്നെ റൂൾ ഓഫ് ലോ അഥവാ നിയമവാഴ്ചയാണ്. അതായത് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രത്യേക അവകാശങ്ങളൊന്നും തന്നെ ആർക്കും അനുവദിക്കുന്നില്ല എങ്കിലും മൗലിക അവകാശങ്ങൾ നിഷേധിക്കുന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റൂൾ ഓഫ് ലോയെ പറ്റി പറയാനുള്ളത്. മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.